ഗൾഫിൽ അക്കൗണ്ടന്റ് ജോലിക്ക് പോകുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇൻപുട്ട് ടാക്സ്, എന്താണ് ഔട്ട്പുട്ട് ടാക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് ടാക്സ്, അതേപോലെ തന്നെ എന്താണ് ഔട്ട്പുട്ട് ടാക്സ്. അപ്പോൾ ഇതറിയാതെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടന്റ് ആകാൻ പറ്റില്ല. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഇൻപുട്ട് ടാക്സ്, എന്താണ് ഔട്ട്പുട്ട് ടാക്സ് എന്നുള്ളത് നോക്കാം. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ പാർട്ടിക്ക് 1000 രൂപയല്ല കൊടുക്കേണ്ടത്, അതിൻ്റെ കൂടെ നമ്മുടെ ടാക്സും കൂടി കൊടുക്കണം. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സിനെ പറയുന്നതാണ് ഇൻപുട്ട് ടാക്സ് എന്നാണ് പറയുക. അപ്പോൾ ഗൾഫിൽ 5% ആണ് ടാക്സ്, ഒരു ടാക്സ് റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാറ്റിനാണെങ്കിലും 5% ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 1000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ടിക്ക് നമ്മൾ എത്ര രൂപയും കൂടി കൊടുക്കണം? പർച്ചേസിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള 1000 രൂപ കൊടുക്കണം, പ്ലസ് എന്തുകൂടി കൊടുക്കണം? 1000ൻ്റെ 5% കൂടിയിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ സെയിൽ ചെയ്യും. സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാർട്ടിയുടെ അടുത്ത് നിന്ന് സെയിലിൻ്റെ എമൗണ്ട് പ്ലസ് ടാക്സും കൂടി കളക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് കളക്ട് ചെയ്യുന്ന ടാക്സിനെ പറയുന്നതാണ് ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പറയുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സിനെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയും, സെയിൽ ചെയ്യുമ്പോഴുള്ള ടാക്സിനെ എന്ത് പറയും? ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പറയുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇൻപുട്ട് ടാക്സ് ആൻഡ് ഔട്ട്പുട്ട് ടാക്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഗൾഫിൽ അക്കൗണ്ടന്റ് ജോലിക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കത് എന്താണ്, എങ്ങനെയാണ് നമ്മളിത് ടാലിയിൽ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു എൻട്രി നമ്മൾക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു. വൗച്ചർ ഇനി പർച്ചേസാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിൽ നമ്മൾക്ക് ഇവിടെ എല്ലാ ഫങ്ഷൻ കീസും നമുക്ക് ഇവിടെ ആക്റ്റീവായിട്ട് കിട്ടും. ഇതിൽ നിന്ന് പർച്ചേസാണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അപ്പോൾ F9 അടിച്ചാൽ മതി, അല്ലെങ്കിൽ മൗസ് കൂടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ഇൻവോയ്സ് നമ്പർ കൊടുക്കാം, എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പാർട്ടിയുടെ പേര് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, അൽ മുബാറക് പറഞ്ഞിട്ടൊരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് എൻ്റർ അടിച്ചു. നമുക്ക് പാർട്ടിയുടെ നെയിം, അഡ്രസ്സ്, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. ഇവിടെ നമ്മൾക്ക് പർച്ചേസ് എന്നുള്ള ലെഡ്ജറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പർച്ചേസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ ഐറ്റം, അപ്പോൾ ഇവിടെ ഒരു ഐറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ എന്നുള്ളൊരു ഐറ്റം കൊടുത്തു. ഇപ്പോൾ ഒരു 10 മൊബൈലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ 10 മൊബൈൽ കൊടുത്തു. ഇപ്പോൾ നമുക്ക് റേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 100 ദിർഹം കൊടുക്കാം. ഇത് എൻ്റർ അടിച്ചു. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എൻ്റർ അടിക്കുക. ഇവിടെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ആണ്, കാരണം പർച്ചേസ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മളിവിടെ ഇൻപുട്ട് ടാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, 5% ഇൻപുട്ട് ടാക്സ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ വെച്ചിട്ട് ഒന്ന് കൺട്രോൾ എൻ്റർ അടിച്ച് നോക്കാം. കൺട്രോൾ എൻ്റർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അണ്ടർ എന്നുള്ളിടത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഉള്ളതിലേക്കാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്നുള്ളത് വാറ്റ് കൊടുക്കണം. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇപ്പോൾ വന്നു. ഇത് നമ്മൾ എൻ്റർ അടിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇപ്പോൾ ഒരു പർച്ചേസിൻ്റെ എൻട്രി ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സെയിൽസിൻ്റെ എൻട്രി ചെയ്യാം. അപ്പോൾ സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ സെയിൽസ് എടുത്തു. ഇപ്പോൾ ക്യാഷിനാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കാണിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിക്കാം. ഇവിടെ സെയിൽസ് അതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ഐറ്റം കാണിക്കാം. ഇപ്പോൾ മൊബൈൽ എന്നുള്ളത് കാണിക്കാം. എൻ്റർ അടിച്ചു. ഇപ്പോൾ മൊബൈലാണെന്നുണ്ടെങ്കിൽ ഒരു 6 മൊബൈൽ നമ്മൾ വിൽക്കണം. നമ്മൾ വിൽക്കണതാണെന്നുണ്ടെങ്കിൽ ഒരു 190ക്കാണ് വിൽക്കണത്. നമ്മൾ 190 അടിച്ചു. എൻ്റർ അടിച്ചു. എൻ്റർ. സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ടാക്സ് ആണ് കളക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പേസ് വിട്ടിട്ട് ഇവിടെ 5% ഔട്ട്പുട്ട് ടാക്സ് ആണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 5% ഔട്ട്പുട്ട് ടാക്സ് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റർ അടിച്ചു. ഇത് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാൻ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൺട്രോൾ എൻ്റർ അടിക്കുക. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, വാറ്റ് കൊടുത്തു. ഇവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ അടിച്ചു. എൻ്റർ. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു.
ഇനി നമ്മൾക്ക് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ടാക്സും നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സും കൂടിയിട്ടുള്ള ഡിഫറൻസിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് വാറ്റ് പേയബിൾ എന്നാണ് പറയുക. അതായത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബാധ്യത അവിടെ വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് എന്താണ് അടയ്ക്കണം. ഇനി നേരെ തിരിച്ചാണ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ, പർച്ചേസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടാക്സ് അവിടെ കൊടുത്തു വെച്ചു, സെയിൽ ചെയ്യുമ്പോൾ അത്ര തന്നെ നമ്മൾ കളക്ട് ചെയ്തില്ല. അപ്പോൾ നമുക്ക് എന്താണ് വാറ്റ് റീഫണ്ടബിൾ ആണ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടെയാണ് അറിയാൻ പറ്റുക, നമുക്കിതൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റിപ്പോർട്ട് എടുത്തിട്ട് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് എടുക്കുക, നമ്മൾ ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഡിസ്പ്ലേ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് വാറ്റ് റിപ്പോർട്ട്സ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ഇവിടെ വാറ്റ് 201 എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും വാറ്റ് പേയബിൾ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ ട്രാൻസാക്ഷനും ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ട്രാൻസാക്ഷൻ ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ സെയിൽസിനാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെയിലിൻ്റെ ടാക്സ് ചെയ്തിട്ടുണ്ട് 1740 രൂപ. അതിൽ 57 രൂപയാണ് അതിൻ്റെ ടാക്സ് ആയിട്ടുള്ള എമൗണ്ട് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്തിട്ടുള്ള എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് പറയുന്നത് ഇവിടെ 1000 രൂപയായിരുന്നു. അതിൻ്റെ ടാക്സ് പറയുന്നത് 50 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും പേയബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ 7 രൂപയാണ് ഇവിടെ പേയബിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതായത് 7 ദീർഘമാണ് ഇപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഈ പർച്ചേസിൻ്റെ എമൗണ്ട് ആണ് കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കാണിക്കുക, റീഫണ്ടബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ എമൗണ്ട് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യണ സമയത്ത് നമ്മൾ കാണിക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. ഗൾഫിൽ അക്കൗണ്ടൻറ്റ് ജോലിക്ക് പോകുന്ന ആൾക്കാർ ഇൻപുട്ട് ടാക്സ് എന്താണ്, ഔട്ട്പുട്ട് ടാക്സ് എന്താണ്, അത് ടാലിയിൽ എങ്ങനെയാണ് ചെയ്യുക, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഗൾഫ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ട് 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൾഫിലെ അക്കൗണ്ടിങ്ങിലെ അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. GCC കൺട്രീസിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്താണ്, GCC വാറ്റ് എന്താണ്, അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ട്രാൻസാക്ഷൻസ് എന്താണ്, ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യുക, ഈ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാം. നമ്മുടെ ബാക്കിലേക്ക് പോയി നമുക്ക് ബാലൻസ് ഷീറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ 7 രൂപ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് സൈഡിലാണ് കിടക്കുന്നത്, ലയബിലിറ്റിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ലയബിലിറ്റിയിൽ കിടന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ബാധ്യതയാണത്. ഇനി നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളതാണെന്ന് വിചാരിക്കുക, അതായത് പർച്ചേസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടാക്സ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് പറഞ്ഞിട്ടാണ് ഇവിടെ കാണിക്കുക. കാരണം വെച്ചാൽ നമുക്ക് എന്താണ്, റീഫണ്ടബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ എമൗണ്ട് നമുക്ക് ഇവിടെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും 5% ഇൻപുട്ട് ടാക്സ് പറയുന്നത് ഡെബിറ്റിൽ 50 രൂപ വന്നിട്ടുണ്ട്, 5% ഔട്ട്പുട്ട് ടാക്സ് പറയുന്നത് ക്രെഡിറ്റിൽ 7 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ആണ് 7 രൂപ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് വേറെ കാണിക്കും. അതായത് ഇൻപുട്ട് ടാക്സ് പറയുന്നത് എന്താണ്, ഡെബിറ്റിലാണ് കാണിക്കുക, ഔട്ട്പുട്ട് ടാക്സ് പറയുന്നത് ക്രെഡിറ്റിലാണ് കാണിക്കുക. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് എന്ത് പറഞ്ഞിട്ടാണ് കാണിക്കുക, റീഫണ്ടബിൾ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.